2012 മോഡല് ടയോട്ട എറ്റിയോസ് ആണ് നമ്മൾ സെയിലിൽ വന്നിട്ടുണ്ടോ. അത്യാവശ്യം വലിയൊരു കുഴപ്പമില്ലാത്ത വണ്ടി തന്നെയാണ്. 2012 മോഡലാണ്. നമ്മൾ KL71 റീ രജിസ്ട്രേഷൻ ചെയ്യാൻ NOC എടുത്ത വാഹനമാണ് കേട്ടോ. അത് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ വലിയൊരു അപകട കാര്യങ്ങളൊന്നുമില്ല. ഒറിജിനൽ ഡോറുകൾ തന്നെയാണ്. ഗ്ലാസ് തന്നെ ഒറിജിനൽ കേട്ടോ. പിന്നെ അലൈവിൽ ഇതിന്റെ എക്സ്ട്രാ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു 75-80% ടയറും ഉണ്ട് കേട്ടോ. ഇതിന്റെ ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ പുതിയ സീറ്റ് കവർ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഡാഷും തന്നെ അത്യാവശ്യം നല്ല വൃത്തി ഉണ്ട് കേട്ടോ കാണാൻ. 2012 മോഡലാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയുണ്ട്. ടോപ്പ് സൈഡും ഇന്റീരിയലൊക്കെ കാണാൻ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. അതേമാതിരി ഡാഷ് സാധാരണ ഒരു സെറ്റ് ഇതിൽ നിലവിലുണ്ട്. വർക്കിംഗ് കണ്ടീഷനിലൊരു സെറ്റാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇഞ്ചൻ സൈഡും കൂടി നോക്കട്ടെ. വലിയൊരു കുഴപ്പമില്ലാത്ത അബ്രോൺ കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല. ബോണറ്റും തന്നെ ഒറിജിനൽ ബോണ്ടാണ്. മെയിൻ ഗ്ലാസ് ഇതിന്റെ ചെറിയ ക്രാക്ക് ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആമറോണ്ട് ഒരു ബാറ്ററി ഉണ്ട്. പിന്നെ 2 കാലം ഓടിയ എഞ്ചിനാണ് ഇതുമ്പോൾ കിടക്കുന്നത്. പിന്നെ വലിയൊരു ഓയിൽ ലീക്കും കാര്യങ്ങളും വലിയൊരു നോയ്സും കാര്യങ്ങളൊന്നും ഇല്ല. 2.5 കിലോമീറ്റർ ഓടിയ ചെറിയൊരു ഇത് തന്നെ ഉള്ളൂ. അപ്പൊ പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും വലുതായിട്ടൊന്നും വാഹനത്തുമ്പോൾ കാണാമല്ലോ കേട്ടോ. ലെഫ്റ്റ് സൈഡും അതേമാതിരി നമ്മൾ നോക്കുമ്പോൾ വലിയൊരു അപകട കാര്യങ്ങളൊന്നുമില്ല. ലെഫ്റ്റ് സൈഡും പിന്നെ ഗ്ലാസ് ഒക്കെ ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ്. റീപ്ലേസ് വലുതായിട്ടൊന്നും കാണാനല്ലോ കേട്ടോ. പെയിന്റ് ഒക്കെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ടച്ച് ചെയ്തിരിക്കണം. അല്ലാതെ വലിയൊരു കുട്ടി വർക്കൊന്നും എടുത്ത് എറ്റിയോസ് സിൽവർ 2012 മോഡല്. പിന്നെ നമ്മൾ KL71 റീ രജിസ്ട്രേഷൻ ചെയ്യാനും വേണ്ടി NOC എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ പേരിക്ക് മാറ്റിയിട്ട് കൊടുക്കാനേ പറ്റുള്ളൂ. നിലവിൽ 3ാമത്തെ ഓണറാണ് കേട്ടോ വണ്ടി ഉള്ളത്. അപ്പൊ ഇത് നമ്മൾ KL71 ആക്കിയിട്ട് 2,90,000 രൂപക്കാണ് നമുക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ. ഒരു ചെറിയൊരു എമൗണ്ട് ഒക്കെ നമുക്ക് ഫിനാൻസും ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് ലൊക്കേഷൻ വരുന്നത് നിലമ്പൂരാണ്, മലപ്പുറം ജില്ല. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവിടെ വന്ന് കാണാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ താഴ്ത്തി കൊടുക്കാം, നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ആ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യും.